ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ തറവാട് വീട്ടിൽ, തറവാട് വീടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ ഇന്ന് ഞങ്ങൾക്ക് ഗ്രാമദേവതയ്ക്ക് പറയായിരുന്നു. പറയുമെന്ന് പറയുമ്പം ജസ്റ്റ് നിറവറ കൊടുക്കുക മാത്രമല്ല, ഭഗവതിക്കും അതുപോലെ തന്നെ പറയെടുക്കുന്ന കൊട്ടുകാർക്കും എല്ലാവർക്കും തൂഷണയിലേക്ക് വെട്ടി നല്ല പൈസവും എല്ലാം കൂടെ കൂട്ടിയായിട്ടുള്ള സദ്യയൊക്കെ ആയിട്ടുള്ള ഒരു എല്ലാം സ്വീകരിച്ചുള്ളൊരു പറയാണ്. ഇത് ഞങ്ങളുടെ ഗ്രാമദേവതയാണ്. ഗ്രാമദേവത ഏതാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇനി പ്രത്യേകിച്ച് പേര് പറഞ്ഞ് ഭഗവതിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ദേവി വന്നപ്പം ശരിക്കും പറഞ്ഞാൽ നട്ടുച്ചയായി. നല്ല പൊള്ളുന്ന സൂര്യൻ ഇങ്ങനെ തിളച്ച് മറയുന്ന സമയത്താണ് വന്നത്. ഈ ദേവി ഇരിക്കുന്ന പുറകിൽ കാണുന്നതാണ് ഞാവൽ മരമാണ്. അപ്പം ഞാവൽ മരത്തിൻ്റെ കീഴിലായിട്ടാണ് ആ തണലത്താണ് ശരിക്കും പറഞ്ഞാൽ ഭഗവതിയെ വിശ്രമിക്കാനായിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഒരു 2-3 മണിക്കൂർ ഭഗവതി വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ദേവിക്ക് നിറവറ കൊടുക്കുകയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും മാലയും കരിക്കുമൊക്കെ കൊടുത്തിരുന്നു. ഒത്തിരി നാളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ദേശത്തറിയാമല്ലോ, ഒരു ഗ്രാമദേവത മാത്രമല്ല ഉള്ളത്, ഒന്നിലധികം അല്ലെങ്കിൽ ഗ്രാമദേവതമാരാണ് ദേശത്തുള്ളത്. അപ്പം ഈ അമ്മയെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളെ അമ്മയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ നാളിന് ശേഷമുള്ള ഞാനുമായിട്ടൊരു സംഗമമായിരുന്നു ഭഗവതിയായിട്ട് നടന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി നാളിന് ശേഷമാണ് ഭഗവതിയെ കാണുന്നതും ഒത്തിരി സംസാരിക്കാനൊക്കെ പറ്റി. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നല്ല ചൂട് വെയിലിൻ്റെ ആ ഒരു കാഠിന്യമുള്ളതുകൊണ്ട് ഈ ദേവി കളത്തിലല്ല വെച്ചിരിക്കുന്നത്, ബാക്കിലായിട്ടൊരു ഞാവൽ മരമുണ്ട്. ആ ഞാവൽ മരത്തിൻ്റെ കീഴിലായിട്ടാണ് ദേവിയെ റെസ്റ്റിന് വെച്ചേക്കുന്നത്, വിശ്രമിക്കാനായിട്ട് വെച്ചേക്കുന്നത്. അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും അമ്മ വരുമ്പം നമ്മളിങ്ങനെ അമ്മയെ സ്വീകരിക്കാറൊക്കെ ഉണ്ട്. ഒരു 3-4 മണിക്കൂർ വീട്ടിൽ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത്. കണ്ട നിറവരയൊക്കെ കൊടുത്ത് ഇനിയും പറയുണ്ട്. ജസ്റ്റ് ഇപ്പം ഒരു പറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം ഇനി സദ്യയൊക്കെ കഴിച്ചിട്ടൊക്കെ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഭഗവതിയുടെ ജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വലിയ ജീവിതം. ഇത് കണ്ട ഞാവൽമരമാണ്, ഞാനത് കാണിക്കാൻ വേണ്ടിയാണ് അത് ഷൂട്ട്. അതുപോലെ ഭഗവതിയുടെ ജീവിതം എന്ന് പറയുന്നത് തേക്കൻ തടിയിലാണ് തീർത്തത്. അതുകൊണ്ട് ഇതിന് നല്ല സൂപ്പർ വെയിറ്റാണ്. ഈ ജീവിതം എടുക്കാൻ സത്യം പറഞ്ഞാൽ തിരുമേനിമാർ സത്യത്തിൽ കിട്ടാറില്ല, കാരണം അത്രയ്ക്ക് വെയിറ്റിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. ഒറിജിനൽ തേക്കിൻ്റെ തടിയിലാണ് ഇത് ചെയ്തിട്ടേക്കുന്നത്. തങ്കത്തിൽ പൊതിഞ്ഞ ജീവിതമാണ്, നല്ല വെയിറ്റാണ്. അതുകൊണ്ട്